പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ കേരള PSC പ്രസിദ്ധീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ PSC ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനത്തിനകത്ത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിലവിലെ നമ്മുടെ PSCയുടെ വിജ്ഞാപനം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ PSCയുടെ തീരുമാനം അനുസരിച്ചിട്ട് PSCയുടെ യോഗ തീരുമാനത്തിൽ പറയുന്നത് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കാനായി തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഫയർമാൻ വരുന്നുണ്ട്, ഫയർ വുമൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ, ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം. ഇത്രയും വിജ്ഞാപനങ്ങളാണ് ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. 2024 നവംബർ 25 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിനകത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 40 കാറ്റഗറികളിലേക്കാണ് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. ജനറലും സംസ്ഥാന തലവും ജില്ലാതലവും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എല്ലാം കൂടി 40 തസ്തികകളിലേക്കാണ് പരീക്ഷകൾ വരാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ഫോക്കസ് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് ഫോഴ്സ് എക്സാംസ് തന്നെയാണ്. അതിൽ തന്നെ എല്ലാവരും കാത്തിരുന്ന ഫയർമാന്റെ എക്സാമിനേഷൻ വരാനായിട്ട് പോവുകയാണ്. ഫയർമാന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം. +2 ലെവലാണ് നമ്മുടെ ഫയർമാന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഫയർമാന്റെ ബാച്ച് നമ്മൾ ഇപ്പോ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമൺ പരീക്ഷകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക്, താഴെ ഞാൻ കൊടുത്തേക്കാം, നമ്പർ കൊടുത്തേക്കാം. ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പില് ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമൺ എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫയർമാൻ ഫയർ വുമന്റെ ഡ്രൈവർ, അതിന്റെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ തസ്തിക, ഫയർ ഡ്രൈവറിന്റെ തസ്തിക വരുന്നുണ്ട്. അപ്പോൾ ഫയർ ഡ്രൈവറിന്റെ എക്സാമിന്റെ ക്ലാസ്സുകളും അതിന്റെ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസിന്റെ CPO, WCPO ഡ്രൈവർ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന നിലവിൽ നമ്മുടെ ഡിസംബർ മാസത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്ന ഇത്രയും എക്സാംസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ബാച്ചുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ബാച്ചിനകത്ത് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ 4 വർഷം കൊണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ തയ്യാറാക്കി അതിലെ ഒരു മാസ്റ്റേഴ്സ് ആക്കി മാറ്റിയാണ് അല്ലെ. അപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത് ഒരുപാട് പേര് നിലവിൽ ഇപ്പൊ പല ഫോഴ്സുകളിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി 2025 അതിൽ നിങ്ങൾക്ക് ഒരാൾ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ആ ഒരു കാര്യം മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഏത് ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടത്, പോലീസിനാണെങ്കിൽ ആ ഒരു CPO അല്ലെങ്കിൽ WCPO എന്ന് മെസ്സേജ് അയക്കുക, എക്സൈസ് ആണെങ്കിൽ എക്സൈസ് എന്ന് മെസ്സേജ് അയക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫയർമാൻ ഫയർ വുമൺ അല്ലെങ്കിൽ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടത്, ഫോഴ്സിൽ ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലാഗും ഇല്ലാതെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC ST കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജനറൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും 2025 ഈ പറയുന്ന നമ്മുടെ പോലീസ് ഉണ്ടാവും, എക്സൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഈ പറയുന്ന 3ന്റെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ 3ന്റെ എക്സാംസും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഡ്രൈവർ ബാച്ചുകളും ഇതിന്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഈ പറയുന്ന +2 ലെവലായിട്ടുള്ള ഈ പറയുന്ന ഫോഴ്സ് എക്സാംസിലേക്ക് തയ്യാറെടുക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോ ഒരു കാര്യം കൂടി പുതിയ ആൾക്കാർ അറിയാൻ വേണ്ടി പറയുകയാണ്. ഈ പറയുന്ന ഫോഴ്സ് എക്സാംസിന്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ലെവലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ ഫോഴ്സ് എക്സാമുകളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊക്കെ എന്തുണ്ട്, ജനറൽ ടോപ്പിക്കും ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന എക്സാംസിന്റെ ഒക്കെ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ റാങ്ക് നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ തറോ ആയിട്ട് പഠിച്ച് തീർത്താൽ ജനറൽ ടോപ്പിക് അതിന്റെ കൂടെ കൊണ്ടുപോയാൽ മതി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ പാസ്സാവാൻ പറ്റും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ തന്നെയാണ് അതിന്റെ ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നും എന്റെ ചാനലിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ക്ലാസ്സുകളും ബാക്കിയുള്ള ജനറൽ ടോപ്പിക്കുകൾ ക്ലാസ്സുകളും പുതിയ വിവരങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.
ടേക്ക് കെയർ.